5 വർഷത്തെ ഭരണത്തിന് ശേഷം വീണ്ടും ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒരു ടീമിലൂടെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായി, വർഷങ്ങളായല്ലോ. ഇനിയിപ്പോൾ അത് സഹിച്ചേ പറ്റുള്ളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. അഴിമതിയിലും ഒക്കെ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ ആണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ കാരണം എന്താണ് എന്നൊന്ന് ചിന്തിക്കണം. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേണ്ടത് എന്തെന്നറിയും. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ധാരാളം അഴിമതി ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ഗവൺമെന്റിനെതിരെ. അത് മിക്കവാറും എല്ലാം സത്യവുമാണ്, അതെല്ലാവർക്കും അറിയാം. പകൽ പോലെ വെളിച്ചമുള്ള ഒരു കാര്യമാണ്, സത്യമാണെന്നുള്ളത്. പക്ഷേ അത്രത്തോളം ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും അവരെ തന്നെ വീണ്ടും അധികാരത്തിലേക്ക് ഏറ്റുന്ന ഒരവസ്ഥയുണ്ടായി. അതിൻ്റെ കാര്യം അവരുടെ നന്മ കൊണ്ടാണ്? അല്ല, പിന്നെന്താ കാരണം? മറ്റേ മുന്നണിയുടെ അതിനകത്തുള്ള വൃത്തികേടുകളും കെടുകാര്യസ്ഥതയാണ് കാരണം. ഇവിടെ 2 മുന്നണി ഭരണങ്ങളാണ് നമ്മളെപ്പോഴും കാണുന്നത്. മുന്നണി ഭരണങ്ങൾ കൂടാതെ ഇപ്പോൾ ഒരു 3 മുന്നണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. NDA എന്ന് പറയുന്നത് ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ മുന്നണിയിലെല്ലാം നമ്മൾ നോക്കിയാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും ചിന്താഗതികളും ഉള്ള പ്രത്യേക വർഗങ്ങളാണ് ഈ ഓരോ മുന്നണിയിലും, പ്രത്യേകിച്ച് ഈ 2 മുന്നണിയിലും വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ തമ്മിൽ ഒരിക്കലും ഉള്ള ഒരു കെട്ടുറപ്പ് അതിനകത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒന്ന് കാണുക. അത് ഞാൻ ഏതൊക്കെ പാർട്ടികളോ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ വളരെ വലിയ ഒരു മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. കാരണം ഇവിടുത്തെ 18 സീറ്റുകൾ നേടിയെടുക്കാൻ പറ്റി. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതാക്കളുടെ കഴിവ് വല്ലതുമാണ്? ഒന്നുമല്ല. ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു അവിടെ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരക്കാനായിട്ട് ഉള്ള ഒരു സമൂഹം വേണം എന്ന് തീരുമാനിച്ചത് കൊണ്ട് ജനങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിച്ചു വിട്ടതാണ്. അല്ലാതെ വേറെ ഒരു കാര്യവുമില്ല ഇതിനകത്ത്. അല്ലാതെ ഇവരുടെ ഒരു നന്മ കൊണ്ടോ ഒന്നും അല്ല ഇത്. ഇനി ശ്രീ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നത് എങ്ങനെയാണ്? ജനങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല, അതാണ് പ്രശ്നം. കാരണം ഇവിടെ ആര് മുഖ്യമന്ത്രിയാവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തീരുമാനമാണ്. ഇലക്ഷൻ ഇപ്പോൾ ഒന്നും ആയില്ല, ഇനിയും വർഷം 2-3 ഉണ്ട്. പക്ഷെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇപ്പോഴേ അതിൻ്റെ ആ ഉടുപ്പ് തയ്പ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും. ഈ നേതാക്കളാണ് ഈ പാർട്ടിയുടെ ശാപം എന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ ശാപം. അതൊന്ന് തിരിച്ചറിയണം. അല്ലാതെ നിങ്ങളെ കണ്ടോണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളാരും ഒന്നുമല്ല. അത് ആദ്യം വിചാരിക്കൂ. ഇവിടെ ജനങ്ങളാണ് നിങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരേണ്ടത്. അതിന് ശേഷം തീരുമാനിക്കാം മുഖ്യമന്ത്രി ആരാവണമെന്നുള്ളത്. അതായിക്കോട്ടെ. അതിന് ഇപ്പോഴേ കിടന്ന് അടികൂടേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ അങ്ങ് അടിയാണ് തമ്മിൽ, പരസ്പരം ചെളിവാരി എറിയുക. എന്തിനാണ്? ഒരാളെ തളർത്താൻ മറ്റേ ആൾ ശ്രമിക്കുകയാണ്. ഞണ്ടിൻ്റെ പ്രിൻസിപ്പിളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരും മേലോട്ട് കയറാൻ അടുത്ത ഞണ്ട് സമ്മതിക്കത്തില്ല, പിടിച്ച് വലിച്ച് താഴെയിടും. അന്ന് പ്രതിപക്ഷ നേതാവ് ഇത്രത്തോളം ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടും അതിന് പുറകിൽ പ്രവർത്തിക്കാനായിട്ട് ആളുണ്ടായിരുന്നു ഇല്ല. കാരണം എന്താ? അയാൾ മുഖ്യമന്ത്രിയായി പോരുതല്ലോ, അയാൾ വലിയവനാവരുത്. ഇതാണ് പ്രശ്നം. ഇവിടെ ഇവരെയൊക്കെ സത്യത്തിലുണ്ടല്ലോ, ഈ നേതാക്കളെന്ന് പറയുന്ന ആളുകളെ ആരെയും മത്സരിപ്പിക്കരുത്. അതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. പുതിയ പുതിയ ആളുകൾ വരണം. ഇപ്പൊ നമ്മൾ കണ്ടു, ഇവിടെ വടകരയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി നമുക്കറിയാമല്ലോ, ഷാഫി പറമ്പിൽ. വടകരയായിട്ട് ഒരു ബന്ധമുള്ള ആളല്ല. അവിടെ ചെന്ന് വൻ ഭൂരിപക്ഷത്തോടെ ഷാഫി ജയിച്ചത് എന്താണ്? യുവരക്തം. ആളുകൾക്ക് അതിനകത്ത് താല്പര്യമുണ്ട്. ഈ കടൽ കിഴവന്മാരെയൊക്കെ പറിച്ച് ദൂരെ കളഞ്ഞതിന് ശേഷം യുവാക്കളെ പുതിയതായിട്ട് ഇതിലേക്ക് കൊണ്ടുവരട്ടെ. ഇത് ഈ പ്രവർത്തിക്കുന്ന റോഡിൽ കിടക്കുന്ന തെരുവിൽ കിടന്ന് അടികൊള്ളുന്നവരുണ്ടല്ലോ, നവകേരളവും കേരള സദസ്സും ഒക്കെ പറഞ്ഞ് അടികൊള്ളുന്ന പാവങ്ങൾ, അവര് എന്തെങ്കിലും അവർക്ക് കിട്ടണ്ടേ? അതൊന്നും മനസ്സിലാക്കണം. അതിന് പകരം ഒരു സീറ്റ് ഒന്ന് ജയിച്ചു, എത്ര വർഷം വേണമെങ്കിലും അത് ഇരിക്കും. അതായത് 4-5 MLA പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ, പിന്നെ മന്ത്രിയുടെ പെൻഷനും കൂടെ അതിൻ്റെ കൂടെ. ഇതാണോ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്? രാഷ്ട്രീയ പ്രവർത്തനം ഇതല്ല എന്നൊന്ന് മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഇത് ജനങ്ങൾ കണ്ട് മടുത്തിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ ഈ പരസ്പരം ചെളിവാരി എറിയുന്നതും അടി കൂടുന്നതും കണ്ട് ജനങ്ങൾ വീണ്ടും ശ്രീ പിണറായി വിജയനെ അങ്ങ് സഹിക്കാം എന്ന് വിചാരിച്ചാൽ ഒരതിശയവും ഞാൻ കാണുന്നില്ല കാര്യത്തിൽ. അത് തന്നെ സംഭവിക്കാം. കാരണം ജനങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വർഗീയ പാർട്ടിയെ
ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ ഉൾക്കൊള്ളാൻ അവർക്ക് താല്പര്യമില്ല ഒരിക്കലും. അത് ഇവിടുത്തെ ജനങ്ങളുടെ സംസ്കാരമാണ് ആ കാണിക്കുന്നത്. ഭരണഘടനാ മൂല്യങ്ങളിൽ അതിൽ അവരുടെ വിശ്വാസമാണ് അതിൽ നിന്ന് പ്രതിഫലിക്കുന്നത്. സെക്യുലറിസം അത് അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് BJPക്ക് വോട്ട് കൊടുക്കുന്നതിന് പകരം അവർ വീണ്ടും ഇതേപോലെ ഈ അടിയില്ലാത്ത ഭാഗത്തോട്ട് അവർ നീങ്ങും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പരസ്പരം ചെളിവാരി എറിയുന്നില്ലല്ലോ ആരും. CPI പരസ്പരം ചെളിവാരി എറിയുന്നില്ലല്ലോ. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിൽ ഉണ്ടായേക്കാം. എന്നാലും ഇതേപോലെ പ്രത്യക്ഷത്തിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളൊന്നും അവർ പരസ്പരം ഉന്നയിക്കുന്നില്ല. അവർ ശരിയായ രീതിയിലുള്ള നിരൂപണവും വിമർശനവും അവർ ചെയ്യാറുണ്ട്. അത് ആ പാർട്ടിയുടെ കാര്യം, അത് വേണ്ടതാണ്. അത് ആരോഗ്യകരമായ പാർട്ടി സംവിധാനത്തിൽ അത് ആവശ്യമാണ്. നേരെ മറിച്ച് ഇവിടെ അതാണ്. ഇവിടെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റേത് വേണം, ഇത് വേണം, മറിച്ചത് വേണം, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ. ഇത് ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനിവിടെ വിമർശിക്കാൻ ഇവിടെ തന്നെ ആളുകൾ ഇവർ തന്നെ ഉള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്ന ഒരാളുടെ വകയല്ല. അത് ആദ്യം മനസ്സിലാക്കണം. അത് ജനാധിപത്യ പ്രക്രിയയിൽ അത് ഒരിക്കലും ഭൂഷണമായ ഒരു കാര്യമല്ല. ഒരാൾ ഒരു തവണ മത്സരിച്ചു, അടുത്ത തവണയെ അവിടെ തന്നെ മത്സരിപ്പിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? വേണ്ട. ഇപ്പൊ ശ്രീ ഷാഫി പറമ്പിലിനെ ഇവിടുന്ന് മാറ്റിയിട്ട് പറിച്ച് വടകര കൊണ്ടുപോയില്ലേ? അവിടെ നല്ല വൻ ഭൂരിപക്ഷത്തോടുകൂടി ഷാഫി ജയിച്ചില്ലേ? എന്നതുപോലെ തന്നെ ജനങ്ങളെ സേവിക്കുന്നതായിരിക്കണം ആ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ഇവരൊന്ന് തിരിച്ചറിയണം. അല്ലാതെ വെളുത്തുടുപ്പിട്ടുകൊണ്ട് മാത്രം ഒരിക്കലും നേതാവാകത്തില്ല. ഉടയാത്ത ഷർട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആരെങ്കിലും പരസ്പരം ആക്ഷേപിച്ചതുകൊണ്ട് നേതാക്കളാവത്തില്ല. അത് മനസ്സിലാക്കണം. മാത്രമല്ല, ഈ മണ്ഡലങ്ങൾ പതിച്ചു കൊടുക്കുന്ന ഈ സിസ്റ്റം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റണം. ഇവിടെ എന്താ, ഇവിടെ ഒരാൾ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചു, അടുത്ത തവണ നിർബന്ധമായിട്ട് അയാൾക്ക് തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇവിടെ ലോകം ഇടിഞ്ഞു വീഴത്തില്ലേ, ആകാശം ഇടിഞ്ഞു വീഴും. ആ രീതിയാണ്. ഇനി അയാളങ്ങ് മരിച്ചുപോയാൽ വിചാരിക്കും എന്തായാലും അയാളങ്ങ് മരിച്ചുപോയി അതുകൊണ്ട് ഇല്ല, പിന്നെയും വിടത്തില്ല. ഒന്നി അയാളുടെ ഭാര്യ, അല്ലെ അയാളുടെ മകൻ. ഇത് കുടുംബസ്വത്താണോ ഈ ജനാധിപത്യത്തിൽ ഒരു മണ്ഡലം എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. അങ്ങനെ കാണരുത് ഒരിക്കലും. ഇവിടെ ജനങ്ങൾ അതിന് യഥാർത്ഥത്തിൽ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് പണ്ട്. കാരണം ശ്രീ കാർത്തികേയൻ എൻ്റെ വളരെ ഒരു നല്ലൊരു സുഹൃത്തായിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഒരിക്കൽ മത്സരിച്ചു, ജനങ്ങൾ ജയിപ്പിച്ചു. നല്ല മിടുക്കനായ ഒരു നേതാവാണ്, ഒരു സംശയമില്ല. അതിന് ഒരു തെറ്റും കാണാനൊക്കത്തില്ല. അയാൾ എന്തുകൊണ്ടും MLA ആവാൻ അർഹനാണ്. കാരണം ശബരിനാഥൻ മിടുക്കനാണ്, അതിന് ഒരു സംശയമില്ല. പക്ഷേ അടുത്ത തവണ മത്സരിച്ചപ്പോഴോ ആളുകൾ പ്രതികരിച്ചില്ലേ എന്ന് പറഞ്ഞാൽ ഇത് കുടുംബസ്വത്തല്ല എന്ന് മനസ്സിലാക്കണം. ഒരിക്കൽ ഒരാൾ മരിച്ചുപോയി, അയാളുടെ ഭാര്യയ്ക്കോ അല്ലെ മകനോ ഒരു തവണ കൊടുത്തോളൂ, അടുത്ത തവണ അവിടെ തന്നെ കൊടുക്കണം, ഈ മണ്ഡലം പതിച്ചു കൊടുക്കണം എന്നുള്ളതിന് എന്താണ് ഇത്ര നിർബന്ധം? വേറെ ആരെങ്കിലേക്ക് ഒന്ന് മത്സരിപ്പിക്കണം. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. ജനാധിപത്യം ഇതല്ല. ഒരിക്കലും ഇങ്ങനെ തുടർച്ചയായിട്ട് അങ്ങ് ഒരാൾക്ക് പതിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം അതൊന്ന് മാറ്റണം. അത് ഏത് പാർട്ടിയിലായാലും, കോൺഗ്രസിൽ മാത്രമല്ല, അതിൽപ്പെടുന്ന മറ്റ് പാർട്ടികളിനകത്തും ഇതുപോലെ കടക്കിഴവന്മാരുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ കിടക്കുന്നവരുണ്ട്. അതൊക്കെ കാണുമ്പോൾ ആ പാർട്ടി ചിലപ്പോൾ അവർ ജയിച്ചു വന്നേക്കും. പക്ഷേ ഇവിടെ മറ്റാളുകളുണ്ടല്ലോ, മറ്റ് പല മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഏറ്റവും വലിയ അഴിമതി വീരൻ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരാളുടെ മകനെ മത്സരിപ്പിച്ചത് നമ്മൾ കണ്ടു. ജനങ്ങൾ അതിന് കൊടുത്തത് എന്താണെന്നറിയോ? അയാളെ മാത്രമല്ല തോൽപ്പിച്ചത്, അതുമൂലം ഒരു 10-20 സീറ്റെങ്കിലും വേറെ പോയിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കണം. ഇവര് പരസ്പരം ചെളിവാരി എറിയുന്നതിന് മുമ്പ് ഇവിടെ ഇവർ തമ്മിൽ ഇങ്ങനെ ചെളിവാരി എറിയുമ്പോൾ ഇവിടെ പരാജയപ്പെടുന്ന ആരാണ്? ഇവിടുത്തെ ജനങ്ങളാണ്. അതിൻ്റെ കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ പോകുന്നു, വേറെ മാർഗമില്ല. അവർക്ക് വീണ്ടും ഈ അഴിമതിയും അക്രമവും സഹിച്ചേ പറ്റൂ. അഴിമതിയും അക്രമവും ഉണ്ടാക്കുന്ന ആളുകളെ വീണ്ടും അവർക്ക് സഹിക്കേണ്ട ഗതികേടാണ് അവർക്ക്. അതുണ്ടാക്കി എടുക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഈ പരസ്പരം ഉണ്ടല്ലോ, ഈ വെള്ളം എടുപ്പിട്ടുകൊണ്ട് ഇത് വാരി എറിഞ്ഞാൽ അത് ചെളിയല്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ ഒക്കത്തില്ല. പരസ്പരം ചെളി വാരി എറിയുന്ന നിർത്തുക, ഒത്തൊരുമയോടും മുമ്പോട്ട് പോവുക. ഇല്ലെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യത്തിന് തന്നെ വലിയ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത്രയും എനിക്ക് പറയാനുള്ളത്.